രണ്ടു രാജ്യങ്ങൾ, ഇറാനും റഷ്യയും, രണ്ടും പാശ്ചാത്യ രാജ്യങ്ങളുടെ കണ്ണിൽ പ്രശ്നക്കാരായ രാജ്യങ്ങളാണ്. രണ്ടു രാജ്യങ്ങളും യുദ്ധമുഖത്താണ്. റഷ്യക്ക് മുൻപിലും ഇറാൻ്റെ മുൻപിലും ഇനി എന്തായിരിക്കും സംഭവിക്കുക? റഷ്യ യുദ്ധവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇറാൻ തങ്ങളുടെ വാണിജ്യ നയതന്ത്ര മേഖലയിൽ പിടിച്ചു നിൽക്കാനാകും ശ്രമിക്കുക. നമുക്കാദ്യം റഷ്യയുടെ മുന്നിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വിശകലനം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് ലഭ്യമായ വിവരം വെച്ചാണ് നമ്മൾ ഈ വിശകലനം തയ്യാറാക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം ഒരു പരിധിയുമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഇസ്രയേൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കുമ്പോൾ ഈ യുദ്ധത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നത് എല്ലാവർക്കും ആശങ്കയുണ്ട്. വെസ്റ്റ് ബാങ്കിലും ഗാസയിലും മാത്രം നിലനിന്നിരുന്ന യുദ്ധം ഇന്ന് ലെബനാനും യമനും കടന്ന് സിറിയയിലേക്കും ഇറാഖിലേക്കുമൊക്കെ വ്യാപിക്കാൻ പോവുകയാണ്. സിറിയയിൽ അത് രൂക്ഷമായി തുടരുകയും ചെയ്യുകയാണ്. ഇതിന് പ്രധാനമായ ഒരു കാരണമുണ്ട്. ഇസ്രയേൽ യുദ്ധമുഖത്താണ്. ഈ സമയം തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഗ്രേറ്റർ ഇസ്രയേൽ എന്ന പദ്ധതിയും ഇസ്രയേലിൻ്റെ സ്വപ്നമായ ജൂതരാഷ്ട്രമെന്ന സങ്കല്പത്തിലേക്കുമുള്ള മാപ്പും ഈയിടെ പ്രദർശിപ്പിച്ചത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സിറിയക്ക് നേരെ നേരിട്ടുള്ള ആക്രമണവും ഇപ്പോൾ ഇസ്രയേൽ ശക്തമാക്കിയിരിക്കുന്നത്. സിറിയയുമായുള്ള സംഘർഷം ഉറപ്പായും ഈ യുദ്ധത്തെ നിർണായകമായ വഴിത്തിരിവുകളിലേക്ക് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര വിദഗ്ധർക്കൊന്നും തർക്കമില്ല. അതിന് പലതുണ്ട് കാരണങ്ങൾ. നമ്മൾ മുൻപ് പറഞ്ഞിരുന്നതാണ്, പശ്ചിമേഷ്യയിൽ റഷ്യയ്ക്ക് സൈനിക താവളമുള്ള ഏക രാജ്യമാണ് റഷ്യ. കഴിഞ്ഞ ദിവസം റഷ്യൻ സൈനിക താവളത്തിന് തൊട്ടടുത്തായി ഇസ്രയേൽ ബോംബറുകൾ ബോംബ് വർഷിക്കുകയുണ്ടായി. ഈ സംഭവത്തെ റഷ്യ അതീവ ഗൗരവത്തോടെ കാണുകയും ഇസ്രയേലിനോട് സ്വരം കടുപ്പിക്കുകയും ചെയ്തു. റഷ്യയെ വിശ്വസിച്ച് റഷ്യയ്ക്ക് ഇടം നൽകിയ രാജ്യമെന്ന നിലയിൽ ബഷാറുൽ അസദിൻ്റെ സിറിയയെ സംരക്ഷിക്കാൻ റഷ്യ നിർബന്ധിതമാകും. മാത്രവുമല്ല, സിറിയയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫലഭൂയിഷ്ഠമായ ധാതുലവണങ്ങളും മറ്റുമെല്ലാം ഉള്ള നല്ല മണ്ണുള്ള നിലം കൂടിയാണ് സിറിയയുടേത്. ഈ മണ്ണും റഷ്യയുടെ ഒരു നിഗൂഢമായ സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ കൂടുതൽ ആക്രമണത്തിനോ മറ്റോ റഷ്യ സമ്മതിക്കാനുള്ള സാധ്യതയുമില്ല. റഷ്യയുടെ ഈ താല്പര്യം മറികടന്ന് ഇസ്രയേൽ മുന്നേറിയാൽ അത് ഒരു റഷ്യ ഇസ്രയേൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അങ്ങനെ വന്നാൽ റഷ്യക്കെതിരെ ഇസ്രയേലുമായി ചേർന്ന് യുദ്ധത്തിൽ പ്രത്യക്ഷമോ പരോക്ഷമോ ആയി ഇടപെടാൻ മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറായി രംഗത്ത് വന്നേക്കും. നിലവിൽ യൂറോപ്പിലെ ശക്തരായ ഫ്രാൻസും ബ്രിട്ടനുമെല്ലാം റഷ്യക്കെതിരെ നിലയുറപ്പിച്ച രാജ്യമാണ്. യൂറോപ്യൻ യൂണിയൻ ആവട്ടെ റഷ്യക്കെതിരെ ഏത് നിമിഷവും ഉക്രൈൻ യുദ്ധത്തിൻ്റെ മറവിൽ ആയുധമെടുക്കാൻ തയ്യാറെടുക്കുകയുമാണ്. ഉക്രൈന് റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ മൂർച്ചയുള്ള ആയുധങ്ങൾ നൽകണമെന്നും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും നൽകിയ ആയുധങ്ങൾ പ്രയോഗിക്കുവാനുള്ള അനുമതി ഉക്രൈന് നൽകണമെന്നും ദിവസങ്ങൾക്ക് മുൻപാണ് ബ്രിട്ടനും ഫ്രാൻസും പ്രത്യക്ഷമായി ആവശ്യപ്പെട്ടത്. ജോ ബൈഡൻ സ്ഥാനമൊഴിയുന്നതിന് മുൻപ് ഈ അനുമതി നൽകണമെന്നും അതുവഴി ഉക്രൈൻ തങ്ങളുടെ പ്രത്യാക്രമണത്തെ കടുപ്പിക്കട്ടെ എന്നുമാണ് ഇരു രാജ്യങ്ങളുടെയും പക്ഷം. ഇതുവഴി അവർ ലക്ഷ്യം വെക്കുന്നത് റഷ്യയെ കൂടുതൽ അസ്വസ്ഥമാക്കുക എന്നതാണ്. ഇതേ താല്പര്യത്തോടെയാകും ഇസ്രയേലുമായി സിറിയയിൽ റഷ്യ കൊമ്പ് കോർത്താൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടെയും നിലപാടെടുക്കുക. അങ്ങനെ വരുമ്പോൾ ശക്തമായ ഒരു യൂറോപ്യൻ അസ്വസ്ഥതയ്ക്ക് കൂടി ഇത് കാരണമാകും. ഫലത്തിൽ പശ്ചിമേഷ്യയിൽ കൂടുതൽ അസ്വസ്ഥതകൾ ഉയർന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഇവിടെ പരസ്പരമുള്ള ആയുധ സൈനിക സഹകരണങ്ങൾ കൊണ്ട് പ്രശസ്തമാണ് ഇറാൻ റഷ്യ ബന്ധം. ഉക്രൈൻ യുദ്ധത്തിൽ ഇറാൻ റഷ്യക്ക് ഡ്രോണുകൾ നൽകി. പകരം ഇറാന് അത്യാധുനിക ഫൈറ്റർ ജെറ്റുകളും മിസൈൽ പ്രതിരോധ സിസ്റ്റങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും ഇറാന് റഷ്യയും നൽകി. കാലങ്ങളായുള്ള ഉപരോധങ്ങൾക്കിടയിലും സൈനിക സാങ്കേതിക സൗകര്യങ്ങളിൽ ഇറാൻ മികച്ചു നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വ്യക്തമായത് ഇറാൻ റഷ്യ സഹകരണത്തിൻ്റെ ആഴം മനസ്സിലായപ്പോൾ മാത്രമാണ്. ഒരേ സമയം റഷ്യയുമായി സൈനികവും സാങ്കേതികവുമായും ചൈനയും ഇന്ത്യയുമായി വാണിജ്യപരമായും ഇറാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഖത്തറുമായി കടലിനടിയിലൂടെ 180 കിലോമീറ്ററുകൾ നീളമുള്ള തുരങ്കപാതയ്ക്ക് കൂടിയുള്ള സാധ്യതകൾ ഇറാൻ തേടുകയുമാണ്. ഇതും കൂടി യാഥാർത്ഥ്യമായാൽ ഗൾഫ് രാജ്യങ്ങളുമായും അതിനിർണായകമായ സാമ്പത്തിക വാണിജ്യ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഇറാന് സാധിക്കും. മറ്റൊരു കാര്യം, ഇതിനെല്ലാം ഇടയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ കൂട്ടായ്മയിലേക്ക് കൂടി ഇറാൻ കടന്നു വരുന്നു എന്നതാണ്. അങ്ങനെ വന്നാൽ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഉപരോധം എന്ന വാറോല വകവെക്കാതെ ഇറാൻ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. ഇത് അമേരിക്കയുടെ ഭീഷണിയെ മറികടക്കാൻ പോകുന്നതായിരിക്കുമെന്ന് മാത്രമല്ല, അമേരിക്കയ്ക്ക് ഏറെ ഉത്കണ്ഠയുണ്ടാക്കുന്നതുമായിരിക്കും. ഒരു യുദ്ധം ഇസ്രയേലുമായി നേരിട്ടുണ്ടായാൽ
അതിനെ നേരിടുക എന്ന മാനസിക അവസ്ഥയിൽ തന്നെയാണ് ഇറാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇറാനേക്കാൾ കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കുക ഇസ്രയേലിനായിരിക്കുമെന്ന് ഇറാനും ഇസ്രയേലും വിശ്വസിക്കുന്നതിനാൽ മാനസികവും സൈനികവുമായ മുൻതൂക്കം ഇതുവഴി ഇറാനുണ്ട്. ഇതിനുദാഹരണമാണ് 2 തവണകളിലായി ഇസ്രയേലിലേക്ക് ഇറാൻ്റെ മണ്ണിൽ നിന്ന് നേരിട്ട് മിസൈൽ ആക്രമണം നടത്തിയത്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത് പ്രകാരം ഒക്ടോബർ 1 ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രയേലിൻ്റെ സൈനിക സംവിധാനങ്ങൾക്ക് ആഴത്തിൽ പരിക്കേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. സൈനിക കേന്ദ്രങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഇവിടെ സംഭവിക്കുകയും ചെയ്തു. ഇറാൻ വിശ്വസിക്കുന്നത് ഇസ്രയേൽ ചെയ്യുന്ന പോലെ ജനങ്ങൾക്ക് മുറിവേൽപ്പിക്കുക എന്നതിലല്ല, മറിച്ച് സ്രോതസ്സുകൾ തകർക്കുക എന്നതിലാണ്. എന്തുകൊണ്ട് ഇറാൻ പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യങ്ങൾക്ക് ഇറാൻ്റെ മറുപടി സമയമെടുത്ത് ക്ഷമയോടെ കാത്തിരുന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നതിലാണ്. പ്രതിരോധ സുരക്ഷാ കാര്യങ്ങളിൽ പ്രശസ്തനായ എഴുത്തുകാരൻ പ്രവീൺ സാവ്നി ഇറാനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഇറാനെ തോൽപ്പിക്കാൻ ഇസ്രയേലിന് കഴിയില്ല. ഇസ്രയേൽ സൈന്യത്തിൻ്റെ ഉയർന്ന ആധിപത്യം എന്ന ആശയം മുഴുവൻ ഇറാൻ തകർത്തിട്ടുണ്ട്. ഈ യുദ്ധത്തോടെ ഇറാൻ ഒതുങ്ങുമെന്ന് കരുതിയവർക്ക് മുൻപിൽ തങ്ങളുടെ ബുദ്ധിയും ശക്തിയും ഇച്ഛാശക്തിയും എന്താണെന്ന് ഇറാൻ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി നൽകി. ഇതാണ് ഇറാൻ്റെ വിജയം. ഈ യുദ്ധം അവസാനിക്കില്ല എന്നും സാവ്നി പറഞ്ഞു വെക്കുന്നു. ഇറാൻ മേഖലയിലെ മുഴുവൻ സുരക്ഷാ വാസ്തുവിദ്യയും പുനർനിർമ്മിച്ചിരിക്കുന്നു. സുരക്ഷാ വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഇറാൻ ബ്രിക്സ് ബ്ലോക്കിൽ പൂർണ്ണ അംഗമാകുന്നതോടെ റഷ്യയുമായി സൈനിക പങ്കാളിത്തവും ചൈനയുമായുള്ള സാമ്പത്തിക ബന്ധം ഉറപ്പിക്കലും കൂടുതൽ ശക്തമാക്കും. 2021 ചൈനയും ഇറാനും വ്യാപാര സാമ്പത്തിക ഗതാഗത സഹകരണം വിപുലീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള 25 വർഷത്തെ തന്ത്രപ്രധാനമായ സഹകരണ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. കരാർ നടപ്പാക്കൽ ഘട്ടം ഘട്ടമായി മുന്നോട്ട് പോകുന്നതായും അതിൻ്റെ ഒരു ഘട്ടം പിന്നിട്ടതായും പറയപ്പെടുന്നു. ഈ വ്യാപാര സഹകരണം ടെഹ്റാൻ സാമ്പത്തിക വ്യവസ്ഥയെ പുനർനിർമ്മിക്കുന്നതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും സാവ്നി പറയുന്നുണ്ട്. ഇസ്രയേലിൻ്റെ ആധിപത്യത്തെയും മേഖലയിലെ വിപുലീകരണ അഭിലാഷത്തെയും വെല്ലുവിളിക്കുക മാത്രമല്ല, സുന്നി അറബ് ലോകത്തെ ഒക്ടോബർ 1 വെള്ളിയാഴ്ച പ്രഭാഷണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി ഉണർത്തുന്നുണ്ട്. ധൈര്യസമേതം രംഗത്ത് വരാനാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഈ ആഹ്വാനം പോലും ചില അറബ് രാജ്യങ്ങൾക്കുള്ള സന്ദേശവും അവർക്കേറ്റ തിരിച്ചടിയും അവരുടെ മേൽ ഇറാൻ ആധിപത്യം പുലർത്തുന്ന ഒന്നുമാണ്. ഒരു പോരാളിയുടെ അല്ലെങ്കിൽ രക്ഷകൻ്റെ, അതുമല്ലെങ്കിൽ ഒരു കരുത്തൻ്റെ റോഡിലേക്ക് ഇറാൻ മാറുന്നു എന്ന തോന്നൽ ഉണ്ടാക്കിയാൽ പഴയ വൈര്യം മറന്ന് അറബ് രാജ്യങ്ങളും ഇറാനെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുകയും അവരുമായി വാണിജ്യ ബന്ധം മെച്ചപ്പെടുത്തുകയും ഒക്കെ ചെയ്തേക്കും. അതിൻ്റെ ഉദാഹരണമാണ് ഇറാൻ ഖത്തർ കടൽപാത. ഗസയിലും വെസ്റ്റ് ബാങ്കിലും താമസിക്കുന്ന ഫലസ്തീനികൾക്കെതിരായ അക്രമാസക്തമായ ഇസ്രയേലി ആക്രമണത്തിനും അതിൻ്റെ വംശഹത്യാ പ്രചാരണത്തിനും എതിരെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ശബ്ദമായാണ് ഇറാൻ നിലനിൽക്കുന്നത്. 1979 ഇറാനിയൻ വിപ്ലവകാലത്തെ നായകന്മാർ സ്വപ്നം കണ്ട ഇറാനാണ് ഇന്നത്തെ ഇറാൻ. ഇനി റഷ്യയ്ക്കും ഇറാനുമിടയിൽ എങ്ങനെ ആഗോള രാഷ്ട്രീയം മുന്നോട്ടു പോകും? താൽക്കാലികമായ ഈ ഐക്യപ്പെടലുകൾക്കിടയിലും സുന്നി ഷിയ ബന്ധം എങ്ങനെ ഇസ്ലാമിക ലോകത്ത് വായിക്കപ്പെടും? ഇതും വളരെ നിർണായകമായ ഒന്നാണ്. ഒപ്പം ഭാവിയിൽ ഇറാൻ റഷ്യ ബന്ധവും.